നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പോൾ എന്താണ് ആസിഡ്സ് ആൻഡ് ബേസസ്? നമ്മൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പോൾ ഈ ആസിഡ്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സോർ അല്ലെങ്കിൽ സോർ ടേസ്റ്റുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ഒക്വറൻസ് ആസിഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഒന്നാമത്തതാണ് ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ദ അതർ വൺ ഈസ് മിനറൽ ആസിഡ്സ്. ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ കാണപ്പെടുന്ന ആസിഡ്സ് ആണ് ഓർഗാനിക് ആസിഡ്. എക്സാമ്പിൾ പറയാനായിട്ട് ഇപ്പോൾ ലെമൺ കാണുന്ന സിട്രിക് ആസിഡ്സ്, ടൊമാറ്റോയിലുള്ള ഓക്സാലിക് ആസിഡ്, ടാമറിൻഡിലുള്ള ടാറ്ററിക് ആസിഡ്സ്, അങ്ങനെ. ഇനി എന്താണ് മിനറൽ ആസിഡ്സ് എന്ന് പറയുമ്പോൾ മിനറൽസിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന, അതായത് നമ്മൾ മാൻമെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസിഡ്സ് ആണ് മിനറൽ ആസിഡ്സ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്സ്, നൈട്രിക് ആസിഡ്സ്, സൾഫ്യൂരിക് ആസിഡ്സ് അങ്ങനത്തെയുള്ള ആസിഡ്സ് ആണ് മിനറൽ ആസിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ആസിഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആസിഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഓൾമോസ്റ്റ് ഓൾ ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റ്. അത് തന്നെയാണ് ആസിഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു സോർനെസ് ആസിഡ്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ആസിഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതെന്താണ്? ആസിഡ്സ് എപ്പോഴും എന്ത് ചെയ്യും? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് എന്തായിരിക്കും കാണിക്കണേ? അത് ബ്ലൂ ടു റെഡ് ആയിരിക്കും അതിൻ്റെ കളർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ദെൻ ആസിഡ്സ് എപ്പോഴും ബേസായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് പ്രൊഡക്റ്റായിട്ട് കിട്ടണത്? എപ്പോഴും സോൾട്ടും വാട്ടറും ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടണത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആസിഡ്സ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ആസിഡ്സിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആസിഡ്സ് ആർ കൊറോസീവ് ടു മെറ്റൽ ആൻഡ് ടിഷ്യൂസ്. നമ്മളുടെ മെറ്റൽ സർഫസ് എപ്പോഴേലും ആസിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുവാണെങ്കിൽ ആ മെറ്റൽ സർഫസിനെ കൊറോഡ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? ആസിഡ്സിനുണ്ട്. ഇത്രയാണ് ആസിഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ബേസസ്. Bases are the substance that are characterized by their bitter taste and they have a slippery texture. ആസിഡ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആസിഡ്സിന് ഒരു സോർനെസ് ആണുള്ളതെന്ന്. പക്ഷേ ബേസിലേക്ക് വരുമ്പോൾ ബേസിന് എന്താണ്? ഒരു ബിറ്റർ ടൈപ്പ് ടേസ്റ്റ് ആണുള്ളത്. കൂടാതെ തന്നെ അതിൻ്റെ ടെക്സ്ചർ കുറച്ച് സ്ലിപ്പറി ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സോപ്പ്, കണ്ടീഷണർ, ഫോംസ്, അല്ലെങ്കിൽ ബേസിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ അമോണിയ. ഇതൊക്കെ ബേസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസസ്. ബേസിക് സബ്സ്റ്റൻസ് പൊതുവേ ഒരു സോപ്പി ടെക്സ്ചർ കാണിക്കുന്നവയാണ്. കൂടാതെ തന്നെ അവർ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് OH- റിലീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കൂടാതെ തന്നെ ബേസിക് സ്വഭാവം കാണിക്കുന്ന സബ്സ്റ്റൻസുകളുടെ pH വാല്യൂ എന്ന് പറയുന്നത് 7 കൂടുതലായിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ദ ടേൺ റെഡ് ലിറ്റ്മസ് പേപ്പർ ടു ബ്ലൂ കളർ. നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഒരു ബേസിൽ മുക്കി കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ എന്ത് കളർ ചേഞ്ച് ആണ് കാണാൻ സാധിക്കുന്നത്? റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ pH വാല്യൂ. നമ്മൾ എങ്ങനെയാണ് pH വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സർട്ടെയിൻ അയോൺസിൻ്റെ പ്രസൻസിലായിരിക്കും. ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ H+ അയോൺസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ ആസിഡിക് സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇനി വേറൊരു സൊല്യൂഷനിൽ OH- അയോൺസിൻ്റെ അളവ് കൂടുതലാണ്. ആ ഒരു സൊല്യൂഷനെ നമ്മൾ എന്താ പറയുക? ബേസിക് സൊല്യൂഷൻ എന്നാണ് പറയുക. അങ്ങനെ വരുമ്പോൾ pH വാല്യൂ 7 കുറവുള്ള ആൾക്കാരെ നമ്മൾ അസിഡിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. pH വാല്യൂ 7 കൂടുതലാണെങ്കിൽ നമ്മൾ അവരെ ബേസിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നു. ഇനി pH വാല്യൂ 7 നിൽക്കണമെങ്കിൽ നമ്മൾ ആ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു pH ചാർട്ട് വെച്ചിട്ടാണ്. നടുക്ക് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് pH 7 pH വരുന്നതെല്ലാം ന്യൂട്രൽ ആയിരിക്കും. ഇനി 7 താഴോട്ട്, അതായത് ലെഫ്റ്റിലോട്ട് പോകുന്തോറും pHൻ്റെ വാല്യൂ കുറഞ്ഞു വരും. പക്ഷേ ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടി വരും, സ്ട്രോങ് ആസിഡായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി 7 റൈറ്റിലേക്ക് പോകുന്തോറും pHൻ്റെ വാല്യൂ കൂടി വരുന്നതും മാത്രമല്ല അതിൻ്റെ ബേസിക് സ്ട്രെങ്ത്തും കൂടി വരും.